ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ ഉസൂലുസ് സലാസ എന്ന പുസ്തകമാണ്. 3 അടിസ്ഥാന തത്വങ്ങൾ. അതിലെ ആദ്യത്തെ അടിസ്ഥാന തത്വമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ അറിയൽ നിർബന്ധമാണ് ഓരോ മുസ്ലിമിനും. കാരണം ഖബറിൽ മൻ റബ്ബുക എന്ന ചോദ്യം ചോദിക്കുമ്പോൾ എൻ്റെ റബ്ബ് അള്ളാഹു ആണ് എന്ന് മറുപടി പറയാൻ കഴിയണമെങ്കിൽ അള്ളാഹു ആരാണ് എന്ന് നമ്മൾ ഓരോരുത്തരും അറിയൽ നിർബന്ധമാണ്. വഖൗലുഹു തആല ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മസ്തവ അലൽ അർശി യുഗ്ശിൽ ലൈലൻ നഹാറ യത്ലുബുഹു ഹസീസൻ വശംസ വൽ ഖമറ വൻ നുജൂമ മുസഖറാത്തിൻ ബി അംരിഹി അലാ ലഹുൽ ഖൽഖു വൽ അംറു തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. നിശ്ചയമായും നിങ്ങളുടെ റബ്ബ് ആകാശങ്ങളെയും ഭൂമിയും 6 ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനായ അള്ളാഹു ആകുന്നു. പിന്നെ അവൻ അർശിൽ സിംഹാസനത്തിൽ ആരോഹണം ചെയ്തു. രാത്രിയെ അവൻ പകലിന് മൂടിയിടുന്നു. അത് അതിനെ ദ്രുതഗതിയിൽ തേടിക്കൊണ്ട് അവൻ്റെ കൽപ്പനയ്ക്ക് വിധേയങ്ങളാക്കപ്പെട്ടുകൊണ്ട് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും അവൻ സൃഷ്ടിച്ചു. അല്ല അറിയുക, അവൻ്റേതാണ് സൃഷ്ടിപ്പും കൽപ്പനയും. ലോകരുടെ രക്ഷിതാവായ അള്ളാഹു നന്മ ഏറിയവനാകുന്നു. ഇത് സൂറത്ത് അൽ അറാഫിലെ 7-ാം അധ്യായം 54-ാം വചനാണ്. അള്ളാഹു പറഞ്ഞു, ഇന്ന റബ്ബക്കും, തീർച്ചയായും നിങ്ങളുടെ റബ്ബ്. അതിനർത്ഥം നിങ്ങളുടെ സ്രഷ്ടാവും അവൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളെ പരിപാലിക്കുന്നവനുമാണ്. തീർച്ചയായും നിങ്ങളുടെ റബ്ബ് അള്ളാഹു ആകുന്നു. എന്നിട്ട് അതിൻ്റെ തെളിവ് പറഞ്ഞു, അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ. ഇത് അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനുള്ള തെളിവാണ്. അവനാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്. വേറെ ഒരാളും അവയെ സൃഷ്ടിച്ചിട്ടില്ല, അവനെ അതിൽ സഹായിച്ചിട്ടുമില്ല. മറിച്ച് അവൻ ഇവ സൃഷ്ടിക്കുന്നതിൽ അവൻ ഏകനാണ്. അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ. ബൗദ്ധേവാരാധകരിലോ നിരീശ്വരവാദികളിലോ ആരെങ്കിലും ഇതിനെ എതിർത്തിട്ടുണ്ടോ? എന്നിട്ട് പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു അല്ല ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്, അത് സൃഷ്ടിച്ചത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാനാണ് അവയെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്ന വിഗ്രഹമാണ് അവയെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ലോകത്തിൽ ആരെങ്കിലും പൂർവകാലത്തോ ആധുനിക ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ ഈ ആയത്ത്, ഈ വചനം രാത്രിയും പകലും പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുന്നില്ലേ? ആരും ഇതിനെ എതിർത്തിട്ടില്ല. ഒരാൾക്കും ഇതിനെ എതിർക്കാൻ കഴിയുകയുമില്ല. ബാറക്കല്ലാഹു ഫീക്കും. ഫീ സിത്തത്തി അയ്യാമിൻ, 6 ദിവസങ്ങളിൽ അള്ളാഹു ഈ അത്ഭുതകരമായ സൃഷ്ടിപ്പിനെ 6 ദിവസങ്ങളിലായി സൃഷ്ടിച്ചു. അവൻ അവയെ ഒരു സെക്കൻഡ് കൊണ്ട് സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്. എന്നാൽ അവൻ 6 ദിവസങ്ങളായി സൃഷ്ടിച്ചതിന് പിന്നിൽ അവന് മാത്രം അറിയുന്ന യുക്തിയുണ്ട്. ഇത് 6 ദിവസങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ആദ്യത്തെ ദിവസം ഞായറാഴ്ചയാണ്. അതിൽ അവസാനത്തെ ദിവസം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച സൃഷ്ടിപ്പ് പൂർത്തിയാക്കപ്പെട്ടു. അതുകൊണ്ട് ഇതാണ് ആഴ്ചയിലെ ഏറ്റവും മഹത്തായ ദിവസം. അത് ദിവസങ്ങളുടെ നേതാവാണ്. അത് ആഴ്ചയിലെ പെരുന്നാളാണ്. അത് സൽഗുണമുള്ള ദിവസങ്ങളിലെ ഏറ്റവും നല്ലതാണ്. അള്ളാഹുവിൻ്റെ
ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു യൗമിൻ തലഅത് ഫീഹി ശംസു യൗമുൽ ജുമുഅത്തി. സൂര്യൻ ഉദിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. കാരണം സൃഷ്ടിപ്പ് ആ ദിവസമാണ് പൂർത്തിയാക്കപ്പെട്ടത്. ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് ആ ദിവസത്തിലാണ്. അങ്ങനെ അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിച്ചതും അന്നാണ്. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും ആ ദിവസത്തിലാണ്. അന്ത്യസമയം വരുന്നതും ആ ദിവസത്തിലാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ചയാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസം, ഏറ്റവും സൽഗുണമുള്ള ദിവസം. അത് സൃഷ്ടിപ്പിൻ്റെ സൂര്യന്, ആകാശങ്ങളും ഭൂമിയും മറ്റെല്ലാം സൃഷ്ടിച്ചതിൻ്റെ അവസാനത്തെ ദിവസമാണ്. സുമ്മസ്തവ അലൽ അർഷ്. അങ്ങനെ അവൻ സിംഹാസനത്തിൽ അർഷിൽ ഇസ്തിവ ചെയ്തു, ആരോഹണം ചെയ്തു. സുമ്മ ശേഷം എന്ന് പറയുമ്പോൾ അവൻ ആ സിംഹാസനത്തിൽ ആരോഹണം ചെയ്തത് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതിന് ശേഷമാണ്. കാരണം ഇത് അള്ളാഹുവിൻ്റെ കർമ്മത്തിൻ്റെ ഒരു ഗുണമാണ്. അതവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ ചെയ്യുന്നു. ബാറക്കല്ലാഹു ഫീക്കും. അൽ ഇസ്തിവ എന്ന് പറഞ്ഞാൽ ആരോഹണം ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരു അള്ളാഹുവിൻ്റെ കർമ്മത്തിൻ്റെ ഒരു വിശേഷണമാണ്. അത് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കുന്ന രീതിയിലാണ്. അതൊരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയുടെ മേൽ ഉയരുന്നത് പോലെയല്ല. അള്ളാഹുവിന് അർശിൻ്റെ ആവശ്യമില്ല. അവനാണ് അർശിനെയും അതല്ലാത്തതിനെയും എല്ലാം ഉറപ്പിക്കുന്നത്. ഇന്നല്ലാഹ യുംസിക്കുസ് സമാവാതി വൽ അർള അൻ തസൂല വല ഇൻ സഅൽത ഇൻ അംസകഹുമാ മിൻ അഹദിൻ മിൻ ബഅദിഹി. നിശ്ചയമായും അള്ളാഹു ആകാശങ്ങളും ഭൂമിയും അവയെ പിടിച്ചു നിർത്തുന്നു. അവ രണ്ടും നീങ്ങിപ്പോയെങ്കിലോ അവന് പുറമെ ഒരാളും അവയെ പിടിച്ചു നിർത്തുകയുമില്ല. ഇത് സൂറത്ത് ഫാത്തിറിലെ 35-ാം അധ്യായം 41-ാം വചനം. സിംഹാസനത്തിന് അള്ളാഹുവിൻ്റെ ആവശ്യമുണ്ട്. കാരണം അത് സൃഷ്ടിക്കപ്പെട്ടതാണ്. അള്ളാഹുവിന് സിംഹാസനത്തിൻ്റെയോ മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല. അവൻ ആരോഹണമായത് അതിൻ്റെ പിന്നിലൊരു യുക്തിയുണ്ട്. അത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അൽ ഇസ്തിവ എന്ന് പറഞ്ഞാൽ ഔന്നത്യത്തിൻ്റെ ഒരു ഇനമാണ്. എന്നാൽ ഔന്നത്യം അള്ളാഹുവിൻ്റെ സത്തയുടെ ഒരു ഗുണമാണ്. അൽ ഇസ്തിവ എന്ന് പറഞ്ഞാൽ അത് കർമ്മത്തിൻ്റെ ഒരു ഗുണമാണ്. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് അവൻ ചെയ്യുന്നു. യുഗ്ശിൽ ലൈലൻ നഹാറ. ഇത് സൂറത്ത് അഅറാഫിലെ അധ്യായം 7:54-ാം വചനാണ്. യുഗ്ശിൽ ലൈലൻ നഹാറ. രാത്രിയെ അവൻ പകലിന് മൂടിയിടുന്നു. അവൻ രാത്രിയെ പകൽ കൊണ്ട് മൂടുന്നു. അവൻ പകലിനെ രാത്രി കൊണ്ട് മൂടുന്നു. അങ്ങനെ നീ കാണുന്നു സൃഷ്ടി പ്രകാശമായത്. പിന്നെ രാത്രി മൂടുമ്പോൾ അത് ഇരുട്ടാകുന്നു. പകൽ രാത്രിയെ മൂടുന്നു. അങ്ങനെ അത് പ്രകാശമാകുന്നു. യത്ലുബുഹു ഹസീസൻ. ധൃതിഗതിയിൽ അതിനെ ധൃതിഗതിയിൽ തേടിക്കൊണ്ട്. ഈ രാത്രി പകലിന് ശേഷം ഉടനെ വരുന്നു. ഒരു വൈകാതെ വരുന്നു, വൈകിപ്പിക്കുന്നില്ല. രാത്രി പോയ ഉടനെ പകല് വരുന്നു. പകല് പോയ ഉടനെ രാത്രി ഉടനെ അതിനുശേഷം വരുന്നു. ഒന്നും വൈകിപ്പിക്കുന്നില്ല. ഇത് അള്ളാഹുവിൻ്റെ ശക്തിയുടെ പൂർണ്ണതയാണ്. ഒന്ന് മറ്റൊന്നിന് കാലതാമസം വരുത്തുന്നില്ല. സൂര്യൻ ആകാശഗോളത്തിലെ ഒരു വലിയ ഗോളമാണ്. ചന്ദ്രനും അതുപോലെ ഗോളങ്ങളിൽ നിന്നുള്ളൊരു ഗോളമാണ്. എല്ലാം അതിൻ്റെ ഭ്രമണപഥത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭൂമി ദൃഢമായി ഉറപ്പിച്ചതാണ്.
അതിനെ അവൻ ഉറപ്പിച്ചു. എന്നാൽ സൂര്യനും മറ്റ് ആകാശഗോളങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഭൂമിക്ക് ചുറ്റും. ഇത് ഇന്ന് ചില വിജ്ഞാനമുള്ളവർ വാദിക്കുന്നത് പോലെയല്ല. സൂര്യനാണ് അതിൻ്റെ സ്ഥാനത്ത് ഉറപ്പായിട്ടുള്ളതും ഭൂമി അതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന്. ഇത് ഖുർആനിനെതിരാണ്. അള്ളാഹു പറഞ്ഞു, വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ. ഇത് സൂറത്ത് യാസീനിലെ 36-ാം അധ്യായം 38-ാം വചനാണ്. സൂര്യൻ അതിൻ്റെതായ ഒരു താവളത്തിലേക്ക് ചലിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ സൂര്യൻ ചലിക്കുന്നു എന്ന് ഖുർആനിലുണ്ട്. അപ്പോൾ ഇന്ന് ചിലർ പഠിപ്പിക്കുന്നത് പോലെ സൂര്യൻ അത് ഉറപ്പിച്ചു നിൽക്കുന്ന ചലിക്കാത്തത് ഒന്നല്ല. അതുകൊണ്ട് ഇവർ പറയുന്നു സൂര്യൻ അതിൻ്റെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിൽക്കുന്നതാണ് എന്ന്. യാ സുബ്ഹാനല്ലാഹ്. അന്നുജൂം, ഇവ നക്ഷത്രങ്ങളാണ്. മുസ്തഖറാത്തിൻ ബി അംരിഹി, അവൻ്റെ കൽപ്പനക്ക് വിധേയങ്ങളായിക്കൊണ്ട്. ഇവ കറങ്ങുന്നതും അതിൻ്റെ ഭ്രമണപഥത്തിലാകുന്നതും അവന് വിധേയമായിക്കൊണ്ടാണ്. ഇത് ഒരു ഖണ്ഡനമാണ് ആരൊക്കെ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആരാധിക്കുന്നുവോ. കാരണം ഇവ അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വിധേയമായിക്കൊണ്ടാണ് ചലിക്കുന്നത്. അള്ളാഹു ആണ് അവയെ സഞ്ചരിപ്പിക്കുന്നത്. അള്ളാഹു ആണ് അവൻ ഉദ്ദേശിക്കുമ്പോൾ അവയെ നിർത്തുക. അതുകൊണ്ട് അവ വിധേയമാക്കപ്പെട്ടതും നിയന്ത്രിക്കപ്പെട്ടതുമാണ്. അവൻ അവയെ കൽപ്പിക്കുന്നു, അങ്ങനെ അവ സഞ്ചരിക്കുന്നു. അവ അതിൻ്റെ ഭ്രമണപഥത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് ഉദിക്കുമ്പോൾ മറ്റൊന്ന് അസ്തമിക്കുന്നു. ഒന്ന് മറ്റൊന്നിൻ്റെ പിറകെ പിൻപറ്റുന്നു. സൂര്യനും ചന്ദ്രനും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അലാ ലഹുൽ ഖൽഖു വൽ അംറു, അവനല്ലേ സൃഷ്ടിപ്പും കൽപ്പനയും. അവനല്ലേ. ഇത് തൻബീഹാണ്, അഥവാ ഒരാളോട് ശ്രദ്ധിച്ച് കേൾക്കാൻ പറയാൻ വേണ്ടി, ഉറപ്പിക്കാനും. അഥവാ സൃഷ്ടിപ്പും കൽപ്പനയും അള്ളാഹുവിനാണ്, മറ്റാർക്കും ഇല്ല. അൽ ഖൽഖു, സൃഷ്ടിപ്പ്, അത് അസ്തിത്വത്തിലേക്ക് കൊണ്ടുവന്നതാണ്. അവൻ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്. അവൻ എപ്പോൾ ഉദ്ദേശിക്കുന്നുവോ അപ്പോൾ അവൻ സൃഷ്ടിക്കുന്നു. എന്ത് സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നുവോ അത് അവൻ സൃഷ്ടിക്കുന്നു. അൽ അംറു, കൽപ്പന, ഇത് അവൻ്റെ കൽപ്പനയാണ്. അത് അവൻ്റെ പ്രാപഞ്ചികമായതും നിയമപരമായുമുള്ള സംസാരമാണ്. അവൻ്റെ പ്രാപഞ്ചിക കൽപ്പന, അവൻ സൃഷ്ടിപ്പുണ്ടാകാൻ കൽപ്പിക്കുന്നു. അങ്ങനെ ആ സൃഷ്ടി പിന്നെ അവനെ അനുസരിക്കുന്നു, അവൻ ഉത്തരം ചെയ്യുന്നു. അള്ളാഹു പറഞ്ഞു, ഫഖാല ലഹാ വലിൽ അർളി ഇത്യാ തൗഅൻ ഔ കർഹൻ. അതിനോട് പറഞ്ഞു, ഭൂമിയോടും പറഞ്ഞു, ആകാശങ്ങളോടും പറഞ്ഞു, ഭൂമിയോടും പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും വരി അനുസരണത്തോടെ അല്ലെങ്കിൽ നിർബന്ധമായതോടെ. ഇത് സൂറത്ത് ഫുസ്സിലത്തിലെ 41-ാം അധ്യായം 11-ാം വചനമാണ്. അവൻ അവയോട് കൽപ്പിച്ചു. ഇത് പ്രാപഞ്ചിക കൽപ്പനയാണ്. അവൻ ആകാശങ്ങളോടും ഭൂമിയോടും കൽപ്പിക്കുന്നത്. അങ്ങനെ അവയുണ്ടായി. അള്ളാഹു പറഞ്ഞു, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. തീർച്ചയായും അവനൊരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് ഉണ്ടാകൂ എന്ന് പറയുമ്പോൾ അതുണ്ടാകുന്നു. സൂറത്ത് യാസീനിലെ 36-ാം അധ്യായം 82-ാം വചനം. ഇത് പ്രാപഞ്ചിക കൽപ്പനയാണ്. സൃഷ്ടിപ്പുണ്ടാക്കുക, അത് പ്രാപഞ്ചിക കൽപ്പനയാണ്. കുൻ ഫയക്കൂൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി നിയമപരമായ കൽപ്പന
അത് അള്ളാഹുവിൻ്റെ വഹി ഇറങ്ങിയിട്ട് അവൻ്റെ അടിമകളോട് കൽപ്പിക്കലാണ്. അവൻ്റെ അടിമകളോട് ആരാധിക്കാൻ കൽപ്പിക്കുന്നു. അവൻ്റെ അടിമകളോട് നിസ്കരിക്കാൻ കൽപ്പിക്കുന്നു. അവൻ്റെ അടിമകളോട് സക്കാത്ത് നൽകാൻ കൽപ്പിക്കുന്നു. മാതാപിതാക്കളോട് നല്ല രീതിയിൽ വർത്തിക്കാൻ കൽപ്പിക്കുന്നു. ഇത് അവൻ്റെ നിയമപരമായ കൽപ്പനയാണ്. ഇതിൽപ്പെട്ടതാണ് കൽപ്പനകളും നിരോധങ്ങളും. അത് നമുക്ക് ഖുർആനിലും സുന്നത്തിലും കാണാം. ബാറക്കല്ലാഹു ഫീക്കും. ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയിൽപ്പെട്ടതാണ്. ഈ വചനം തെളിവാണ് സൃഷ്ടിപ്പും കൽപ്പനയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന്. അതുകൊണ്ട് ഇത് ഖണ്ഡനമാണ്. ആരെങ്കിലും ഖുർആൻ സൃഷ്ടിയാണെന്ന് പറയുന്നവർക്ക് ഇതൊരു ഖണ്ഡനമാണ് ഈ വചനം. കാരണം ഖുർആന് അള്ളാഹുവിൻ്റെ കൽപ്പനയിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന സൃഷ്ടിയല്ല. കാരണം അള്ളാഹു ഇവിടെ സൃഷ്ടിപ്പിനെയും കൽപ്പനയും വേർതിരിച്ചിട്ടുണ്ട്. അത് രണ്ട് കാര്യങ്ങളായിട്ടാണ് പറഞ്ഞത്. ഖുർആന് കൽപ്പനയിൽപ്പെട്ടതാണ്, അതുകൊണ്ടത് സൃഷ്ടിയല്ല. ഇതാണ് ഇമാം അഹമ്മദ് റഹിമഹുല്ലയും ജഹ്മിയും തമ്മിൽ തർക്കമുണ്ടായത്. ജഹ്മിയാക്കൾ അദ്ദേഹത്തോട് പറഞ്ഞു ഖുർആൻ സൃഷ്ടിയാണ് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹലിൽ ഖുർആനു മിനൽ ഖൽഖി ഔ മിനൽ അംരി, ഖുർആൻ സൃഷ്ടിയാണോ അതോ കൽപ്പനയാണോ? അപ്പോൾ അവർ പറഞ്ഞു അൽ ഖുർആനു മിനൽ അംരി, ഖുർആൻ കൽപ്പനയിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു റഹിമഹുല്ല അൽ അംറു ഗൈറു മഖ്ലൂഖിൻ, അല്ലാഹു ഗായറ ബൈനഹു വ ബൈനൽ ഖൽഖി ഫജഅല അൽ ഖൽഖ ശൈഅൻ വൽ അംറ ശൈഅൻ ആഖറ. കൽപ്പന സൃഷ്ടിച്ചതല്ല. അല്ലാഹു വേർതിരിച്ചു അതിനെയും സൃഷ്ടിപ്പിനെയും തമ്മിൽ. അവൻ സൃഷ്ടിപ്പൊരു കാര്യവും കൽപ്പന മറ്റൊരു കാര്യവുമായിട്ടാണ് പറഞ്ഞത്. കൽപ്പന സംസാരമാണ്. സൃഷ്ടിപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് അസ്തിത്വത്തെ കൊണ്ടുവരലാണ്, അല്ലെങ്കിൽ രൂപം ഉണ്ടാക്കലാണ്. അതുകൊണ്ട് അതിൽ വ്യത്യാസമുണ്ട്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു തബാറക്കല്ലാഹു, അള്ളാഹു നന്മ ഏറിയവനാകുന്നു. തബാറക്ക ഇതൊരു ക്രിയയാണ്. ഇത് അള്ളാഹുവിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, മറ്റാർക്കും ഉപയോഗിക്കാൻ പാടില്ല. ബറക്ക എന്ന് പറഞ്ഞാൽ ധാരാളം നന്മകളാണ്. അള്ളാഹുവിൻ്റെ ബറക്ക അവസാനിക്കുന്നില്ല. സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം തബാറക് എന്ന് പറയാൻ പാടില്ല. അഥവാ ഇത് അല്ലെങ്കിൽ അവൻ ബറക്ക ചെയ്തു എന്ന് പറയാൻ പാടില്ല. മുബാറക് എന്നേ പറയാൻ പാടുള്ളൂ. അള്ളാഹു ബറക്കത്ത് ചെയ്തു, അള്ളാഹു അതിന് ബറക്കത്ത് ചെയ്തു, അള്ളാഹു ബറക്കത്തുണ്ടാക്കി. കാരണം എല്ലാ ബറക്കത്തും അള്ളാഹുവിൽ നിന്നാണ്. റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ. ഇങ്ങനെയാണ് ആ വചനം അവസാനിക്കുന്നത്. സൂറത്ത് ആറാഫിൽ നമ്മൾ ഇന്ന് തുടക്കത്തിൽ വായിച്ച 7-ാം അധ്യായം 54-ാം വചനം. ഈ വചനം അള്ളാഹുവിൻ്റെ തൗഹീദ് റുബൂബിയത്തിൽ അള്ളാഹുവിൻ്റെ ഏകത്വം, തൗഹീദുൽ ഉലൂഹിയത്തിൻ്റെയും ആരാധനയിൽ അള്ളാഹുവിൻ്റെ ഏകത്വം ഉറപ്പിക്കുന്ന വചനമാണ്. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.